ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ട് നഷ്ടപ്പെട്ടത് വെള്ളാപ്പള്ളി എടുത്ത നിലപാട് കൊണ്ടുകൂടിയാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയും. അതല്ലാത്ത കാരണങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പരിശോധിക്കേണ്ടതാണ്. ഈ വെള്ളാപ്പള്ളി നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി ഇപ്പോഴും തുടരുന്നു. എങ്ങനെ ഇത്രയും തീവ്രമായ മുസ്ലിം വിരോധം പറഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും അധ്യക്ഷനായി തുടരുന്നതിനെതിരെ ഇന്നിപ്പോൾ LDFിലെ ഘടകകക്ഷികൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന സമിതിയിൽ നിന്ന് തന്നെ കൂടുതൽ രാജികൾ ഉണ്ടായിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ നാവ് കൊണ്ട് തന്നെയാണ് മുൻപ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഈ പറഞ്ഞ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന രൂപത്തിൽ ഒരു സമിതി രൂപീകരിച്ചത് തന്നെ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിപ്ലവകരമായ ഒരു വിധി, ആ വിധി നടപ്പാക്കാൻ വേണ്ടിയുള്ള നല്ല ആവേശം ഇടത് സർക്കാരിനുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ അങ്ങനെയാണ് ഒരു നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിച്ചത്. അങ്ങനെ രൂപീകരിച്ചപ്പോൾ എല്ലാവരും വരട്ടെ സമിതിയിലേക്ക് എന്നൊരു രൂപത്തിലാണ് ആദ്യം അത് തുടങ്ങിയത്. ഒരുപാട് സമുദായ സംഘടനാ പ്രതിനിധികളുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അതിൽ ഹിന്ദു പാർലമെന്റ് ജനറൽ സെക്രട്ടറി CP സുഗതൻ കൂടി അതിൻ്റെ ഭാരവാഹിയായത്. CP സുഗതൻ പിന്നീട് നടത്തിയ വർഗീയ പരാമർശം ഞെട്ടിക്കുന്നത്. കാരണം നവോത്ഥാന സമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുകയും പിന്നീട് ഈ വനിതാ മതിൽ കൊണ്ടുവരുന്നത് ഈ സ്ത്രീകളെ ക്ഷേത്രത്തിലേക്ക് കയറ്റാനാണ്, ശബരിമലയിലേക്ക് കയറ്റാനാണെങ്കിൽ ഞാൻ ഈ നവോത്ഥാന സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സുഗതൻ പറഞ്ഞത്. അത്രയും അദ്ദേഹത്തിന് പറയാം. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ സമരത്തിൽ BJPക്കൊപ്പം അവിടെ പോകുന്നതും സ്ത്രീ പ്രവേശത്തെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നതും പിന്നീട് ഈ നവോത്ഥാന സമിതിയിൽ താൻ ചേർന്നത് തന്നെ ഹിന്ദുത്വം പ്രചരിപ്പിക്കാനാണ് എന്നുകൂടി അദ്ദേഹം പ്രസ്താവിക്കുന്നതാണ് നമ്മൾ കണ്ടത്.